നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും കൃഷിയിലൂടെ ജീവിതം പടുത്തുയർത്തിയ ഒരു വീട്ടമ്മയുടെ കഥയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ആ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. കുടുംബനാഥന് ഒരു പ്രശ്നം വരുമ്പോൾ തകർന്ന ഒരു എങ്ങനെ പിടിച്ചു? ഞാൻ തളർന്നാൽ എൻ്റെ വീട്, എൻ്റെ മക്കള്, എൻ്റെ ഇക്ക, അതെനിക്ക് ഒരിക്കലും, ഞാൻ കരഞ്ഞു. പക്ഷെ ഇവരുടെ മുന്നിലൊന്നും ഞാൻ കരഞ്ഞില്ല. ഞാൻ റബ്ബിൻ്റെ മുന്നിൽ മാത്രം ഞാൻ കരഞ്ഞു. റുബീന എന്നാണ് പേര്. അതെ, റുബീന ഷിബു. റുബീന എങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത്? ഞാൻ കൃഷിയിലേക്ക് വന്നത് പറയാനാണെങ്കിൽ ഒരു വലിയ കഥയാണ്. പക്ഷെ ഞാൻ ചുരുക്കി ഒന്ന് പെട്ടെന്ന് പറയാം. ഞാൻ ഇന്ന് കൃഷിയിലേക്ക് വന്നിട്ട് ഒരു 10 വർഷം പിന്നിട്ടു. അത് വരാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും എന്നെ ഗൾഫിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടുത്തെ പ്രവാസിയായിരുന്നു ഹസ്ബൻഡ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവിടുത്തെ കുറേ സാഹചര്യങ്ങളും ആളുകളുടെ കഷ്ടപ്പാടൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഇക്ക ഡ്രൈവറായിരുന്നു. അപ്പോൾ ഇക്ക ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയും ഇങ്ങനെ കണ്ടപ്പോൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിനെ നാട്ടിൽ നിർത്താനുള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ദുആ ചെയ്തു. അതിനുശേഷം ഞാൻ നാട്ടിലിങ്ങനെ ഒരു വീട്ടമ്മയായിട്ട് മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. ഇക്ക നാട്ടിൽ നിന്ന് ഉള്ള പൈസ അയച്ചു തരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ അഥവാ ബുദ്ധിമുട്ട് വരുമ്പോൾ മാതാപിതാക്കളുടെ ഇടവും വല്ലതും സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ വലിയ അലച്ചിലും ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെ യാത്ര തുടർന്ന് പോകുന്നു. പക്ഷേ ഉപ്പ ഒരിക്കൽ എൻ്റെ ഒരിക്കൽ മണ്ണ് ജീവനുള്ള വസ്തുവാണ്, കൃഷി ചെയ്താൽ ഒരുപാട് നന്മകൾ കിട്ടും, മോളിങ്ങനെ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാണ് ഒരുപാട് എപ്പോഴും എന്ത് കേട്ടാലും എനിക്ക് കരയുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും എൻ്റെ മാതാപിതാക്കളോട് പോയിട്ട് ഇങ്ങനെ വിഷമം പറയും. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് നിനക്കിങ്ങനെ ചിന്തകളൊക്കെ വരുന്നത്. നമുക്ക് കൃഷി ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആടിനെ വളർത്താം, കോഴിയെ വളർത്താം, പശുവിനെ വളർത്താം, ഇതൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉപ്പ ഇങ്ങനെ സംസാരിച്ചു. എപ്പോഴും പറയുന്ന പല്ലവി പോലെ അത് കേട്ട് വന്നു. പക്ഷേ എൻ്റെ ഉപ്പ പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് യാത്രയായി. അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഉപ്പ ലാസ്റ്റ് പറഞ്ഞ ആ ഒരു പോയിൻ്റ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്നെ വല്ലാതെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. ആ ഒരു വാക്ക്, അതെൻ്റെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് ഞാൻ കൃഷിയുടെ ABCD പോലും അറിയാത്ത ഞാൻ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. ഒരു 10 ഗ്രോ ബാഗ്. അപ്പോൾ ഇവിടുത്തെ മണ്ണിലൊന്നും ഉണ്ടാവത്തില്ല. കാരണം കിണർ വെട്ടിയിട്ട് ഈ വെള്ള കളറിലെ മണ്ണ് ഈ വസ്തുവിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം അതിലൊന്നും നട്ടാൽ ഒന്നും കിളിക്കത്തില്ല. അപ്പം ഞാൻ മണ്ണ് മാത്രം, നല്ല മണ്ണെടുത്തിട്ട് അത് ഗ്രോ ബാഗിൽ വെച്ചിട്ട് ഓരോ വിത്തുകൾ, അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഇട്ടു. അൽഹംദുലില്ലാ അത് ബലമായി വന്നു. 1-2 കായ്ബലമൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടി. അപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ID മുഹമ്മദ് ഇക്ബാൽ എന്നായിരുന്നു, എൻ്റെ ഉപ്പയുടെ പേരിലായിരുന്നു. അത് ഞാൻ മാറ്റി റുബീന ഷിബു എന്നുള്ള ID-യിലേക്ക് പുറത്തേക്ക് വന്നു. ഈ കിട്ടുന്ന ഓരോ വിളവുകളും കയ്യിലിങ്ങനെ വെച്ചിട്ട്, കയ്യിലൊക്കെ അഴുക്കാണ് കേട്ടോ, ജോലിയിലായതുകൊണ്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് ഫോട്ടോസ് എടുത്തിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കാർഷിക സുഹൃത്തുക്കളെ കുറേ കിട്ടാൻ തുടങ്ങി. ഫേസ്ബുക്ക് വഴി ഈ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു മാധ്യമമാണ്. പക്ഷേ നല്ല ധൈര്യത്തോടെ അതിനെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ നല്ലതിലേക്ക് മാത്രം നമ്മുടെ ലക്ഷ്യം കൊണ്ടുവന്ന് നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നമുക്ക് ആ സാമൂഹിക മാധ്യമം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനുള്ളൊരു തെളിവാണ് സത്യം പറഞ്ഞാൽ മാഷാ അല്ലാഹ് ഞാൻ കിട്ടുന്ന ഓരോ വിളവും നമ്മൾ കയ്യിലെടുത്തിട്ട് ഫോട്ടോസ് എടുത്ത് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറേ ലൈക്കും കമൻറ്റൊക്കെ കിട്ടി. അതിൻ്റെ ആദ്യത്തെ ലൈക്ക് എൻ്റെ ഇക്ക ഒന്നെങ്കിൽ ഒരു പൂവിൻ്റെ സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു ലവ് ചിഹ്നത്തിൻ്റെ സ്റ്റിക്കർ, അത് കാണുമ്പോൾ വീണ്ടും ഇക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ സന്തോഷത്തിൻ്റെ പിന്നിലും കുറേ കാരണമുണ്ട്. കാരണം കുറേ നെഗറ്റീവുകൾ ഞാൻ കേൾക്കാൻ തുടങ്ങി. ചുറ്റുപാട് നിന്ന് കുറേ നെഗറ്റീവ്. കാരണം ഈ കൃഷിയൊക്കെ ചെയ്ത് ഫോട്ടോസ് ഇടുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ആളുകൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ചില ആളുകൾക്ക് നമ്മളോടൊരു
ഇഷ്ടക്കേട്, അസൂയെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവരിങ്ങനെ കുറ്റം പറയാൻ തുടങ്ങി, ഇവളെന്തോ ഫേസ്ബുക്കിൽ കിടന്ന് കൃഷിയുടെ ഫോട്ടോസ് ഇടുന്നത്, പച്ചക്കറിയുടെ ഫോട്ടോസ് ആരെങ്കിലും ഇടുമോ, ഇവൾക്ക് വട്ടാണോ എന്നൊക്കെയുള്ള ചോദ്യം ചുറ്റുപാട് നിന്ന് സത്യമായിട്ടും ഒരുപാട് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഒന്നിലും ചെവി കൊണ്ടില്ല. അങ്ങനെ ഞാൻ ഈ 10 ഗ്രോ ബാഗ് 250 ഗ്രോ ബാഗിലേക്ക് കടന്നു. ഇക്കനോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു 10 കോഴിയെ വാങ്ങിച്ചു തരുമോ? അങ്ങനെ ആ 10 കോഴി 100 കോഴിയിലേക്ക് വന്നു. മുയലായി, ആടായി, വെച്ചൂർ പശുവായി, ഇവിടെ പ്രാവുകളായി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഈ ഒരു വീട്ടുവളപ്പിലായി. അപ്പോൾ ഇതിൻ്റെ കാഷ്ടം സംസ്കരിക്കണം, ഇതിപ്പോൾ സ്മെല്ലായി. അപ്പം നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വന്നപ്പം അതിൻ്റെ കാഷ്ടം വളമാക്കുന്ന ജാലവിദ്യ കൃഷിഭവൻ്റെ സഹായത്തോടെ എനിക്ക് പഠിക്കാൻ പറ്റി. അതായത് ഞാനിതൊക്കെ തുടക്കം കുറിച്ചു. പക്ഷെ ഞാൻ എന്നിട്ടും വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയില്ല. 2017 ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാൻ 2017 ലാസ്റ്റ് ഞാൻ നമ്മുടെ കൃഷിഭവനിൽ, അതായത് പാലമേൽ കൃഷിഭവനിൽ പോവുകയും അവിടെ എനിക്കൊരു സ്നേഹനിധിയായിട്ടുള്ളൊരു ടീച്ചർ എന്നെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ ടീച്ചർ എന്നെ പഠിപ്പിച്ച ആ ഒരു നന്മ കൊണ്ട് എനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു. ആ ടീച്ചർ പറഞ്ഞ പാതയിൽ ഞാൻ മുന്നോട്ട് പോയി വളനിർമ്മാണം പഠിച്ചു. കൃഷിഭവൻ്റെ സഹായത്തോടെ നമുക്ക് കുറേ ക്ലാസ്സുകൾ നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങി. കുറേ ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ ജൈവവളം ഉണ്ടാക്കുന്നത്, കൂൺ കൃഷി, ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ക്ലാസ്സുകൾ, തേനീച്ച വളർത്തൽ, ഇങ്ങനെ കൃഷിഭവൻ വഴി നമുക്ക് വരുന്ന ക്ലാസ്സുകളൊക്കെ ഭയങ്കര സന്തോഷത്തോടെ പോയി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അത് ഓരോന്നും മനസ്സിലാക്കുന്നത് മാത്രമല്ല, അത് ഓരോന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇവിടെ ഇപ്പോൾ തേനീച്ച വളർത്തലുണ്ട്, കൂൺ കൃഷിയുണ്ട്, വളനിർമ്മാണമുണ്ട്, ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ എത്തിപ്പെട്ട കഥ ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അതൊരു കഥയാണ്. പക്ഷേ അതൊരു കഥയല്ല, അതൊരു ജീവിതമാണ്. അതിൻ്റെ പിന്നിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും സന്തോഷങ്ങളും എല്ലാം ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. 2018 ആലപ്പുഴ ജില്ലയുടെ മികച്ച സമ്മിശ്ര കർഷകയായിട്ട് തന്നെ തിരഞ്ഞെടുത്തു. അങ്ങനെ എനിക്ക് അവാർഡൊക്കെ ആലപ്പുഴയിൽ നിന്നൊക്കെ കിട്ടി. അങ്ങനെയൊക്കെ കിട്ടി വന്നപ്പോൾ ഈ പറയുന്ന പോലെ ചുറ്റുപാട് നിന്ന് ആളുകൾ പറയാൻ തുടങ്ങി, എന്തൊക്കെ കിട്ടിയാൽ എന്തുകൊണ്ട് വിദ്യാഭ്യാസം? ആ ഒരു ചോദ്യം ഒന്നൊന്നര ചോദ്യമായിരുന്നു. കാരണം പെട്ടെന്ന് നമ്മളുടെ മുന്നിൽ ഒരാൾ വന്നിങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും അല്ലേ? അങ്ങനെ പക്ഷേ ഞാൻ സങ്കടപ്പെട്ടില്ല. ആദ്യമേ കുറേ കരഞ്ഞു. പക്ഷേ ഞാൻ ഇക്കനോട് പറഞ്ഞു, എനിക്ക് പഠിക്കണം, എന്നെ പഠിപ്പിക്കാവോ? അപ്പോൾ അദ്ദേഹം ചിരിച്ചു. അപ്പോഴും അദ്ദേഹം ഗൾഫിലാണ്. ചിരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിക്കണം. മക്കളും കൂടെ സപ്പോർട്ട് ചെയ്തു. മോൻ +1 പഠിക്കുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ സാക്ഷരതാ മിഷൻ, എല്ലാം ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ഞാൻ പ്രയോജനപ്പെടുത്തിയത്. സാക്ഷരതാ മിഷനിൽ 10ാം ക്ലാസ്സിൽ ശനിയും ഞായറും ബാഗും തൂക്കി പഠിക്കാൻ പോയി. അങ്ങനെ 10ാം ക്ലാസ് എഴുതിയെടുത്തു. +1 +2 MG യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിങ് പഠിച്ചു. അതിനുശേഷം INM പഠനക്കാട് പഠിച്ചു. ഇപ്പോൾ ദേശീയ ഡിപ്ലോമ ചെയ്തു. അതിനോടിടയ്ക്ക് ഈ കൃഷിഭവൻ സഹായത്തോടെ ഒരുപാട് ക്ലാസ്സുകൾ മുന്നോട്ട് പോയി. അതെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. ഇപ്പം എൻ്റെ ദേശീയ കോഴ്സ് ഡിപ്ലോമ കഴിഞ്ഞ ദിവസം പാസ്സായെന്നറിഞ്ഞു. മാഷാല്ലാ. അതിനോടൊപ്പം ഒരിക്കലും ഈ കൊറോണ ടൈമിൽ ഇക്ക നാട്ടിൽ വരുന്നത് ഞങ്ങളെ കൊണ്ടുപോകാനായിട്ടാണ്. അതായത് 3 മാസത്തേക്കിന് എന്നെ വിസിറ്റിംഗ് വിസയിൽ. അപ്പോൾ ഇക്ക വന്നതിന് ശേഷമാണ് നമ്മുടെ കൊറോണ പ്രശ്നമായാലും അന്നത്തെ ആ ഒരു സമയത്ത് നമുക്ക് പോകാനായിട്ട് ആദ്യത്തെ ആ ഒരു ടൈമിൽ പോകാൻ പറ്റും. അപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിലൊരു ഭയം പോലെ തോന്നി. അപ്പം ഞാൻ ഇക്കാനോട് പറഞ്ഞു, നമുക്ക് ഗൾഫിൽ പോകണ്ട, നമുക്ക് നാട്ടിൽ നിന്നാൽ മതി എന്നുള്ളൊരു തീരുമാനം, ഒരു അഭിപ്രായം ഞങ്ങളുടെ വീട്ടിൽ പറയുകയാണ്. ആരും അത് സമ്മതിക്കുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, മാസം അതയക്കുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ കിടക്കുവാണ്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് എങ്ങനെ ജീവിക്കും, നമ്മളെങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയുള്ള ഒരിതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കാൻ പറ്റും, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എൻ്റെ നിർബന്ധത്താൽ മക്കളെയൊക്കെ സമ്മതിപ്പിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ഈ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കാമെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊണ്ടോ? ആദ്യമേ ഉൾക്കൊണ്ടില്ല. ഞാൻ കുറച്ച് സമയം ചോദിച്ചു. ആദ്യമേ ഉൾക്കൊണ്ടില്ല. ഞാൻ പറഞ്ഞു, ഒരു 1.5 വർഷം ചെറിയൊരു വർഷമല്ല, ഈ ഒരു 1.5 വർഷം സമയം തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഇക്കനോട് പറയാനുള്ളൊരു കാരണം അതിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഞാൻ ഈ മേഖലയിൽ വന്നപ്പോൾ ഇക്ക അറിയാതെ, അതായത് ഈ കോഴി വളർത്തൽ, ആട്, ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ ഞാൻ ചെയ്തപ്പോൾ ഇക്ക എനിക്ക് അയക്കുന്ന പൈസയിൽ അപ്പോൾ നമ്മൾ പ്രവാസത്തിലാകുമ്പോൾ അവരുടെ അടുക്കെ നമ്മൾ ചിലവാക്കുന്ന പൈസകൾ നമുക്ക് വരുന്നത്, ഇതൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷേ ഞാൻ ഈ കോഴി, ആട് ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നപ്പം 10,000 രൂപ വെച്ചിട്ട് ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങി.
ആരും അറിയാതെ KSF-ൽ ഒരു ചിട്ടി തുടങ്ങി. അതിൽ 10 ലക്ഷം രൂപ ഞാൻ അതിൽ ഇടാൻ തുടങ്ങി. ഒരു പകുതി സമയം, അതായത് പകുതി സമയം കഴിഞ്ഞപ്പോൾ അത് ചിട്ടി അടിച്ചു. അത് അവിടെ തന്നെ ഫിക്സ്ഡ് ഇട്ടു. ആ പൈസ എൻ്റെ കൺമുന്നിലുണ്ടായിരുന്നു. എൻ്റെ കൺമുന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം പിന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുടുംബശ്രീയുടെ സഹായം നമുക്ക് കിട്ടും. എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ നമ്മൾ ഗവൺമെൻറ്, സ്ത്രീകൾക്ക് മാത്രമല്ല ഈ പ്രവാസികൾക്ക് നല്ല സഹായങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് ഇപ്പം നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പോൾ ഒരാൾ അറിയുന്ന കാര്യം ബാക്കിയുള്ളവരുടെ അടുക്ക് എല്ലാവരും പറയുക. അത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിലൊരു നല്ലൊരു എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. ഇപ്പോൾ ഇക്ക വന്ന് നാട്ടിൽ വന്നു, അങ്ങനെ നിന്നപ്പം കുടുംബശ്രീക്കകത്തുനിന്ന് തന്നെ നമുക്ക് 1 ലക്ഷം രൂപ പലിശരഹിത പ്രവാസികൾക്ക് നമുക്ക് ലോൺ കിട്ടി. എന്നുവെച്ചാൽ 1 രൂപ പോലും നമുക്ക് പലിശ അടയ്ക്കേണ്ട. അതുപോലെ പ്രവാസി ലോണ്, ക്ഷേമനിധി ലോണ് 5 ലക്ഷം രൂപ നമുക്ക് കിട്ടി. അത് കറക്റ്റായിട്ട് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ 4 ലക്ഷം രൂപയെ നമുക്ക് അടവ് വരുന്നുള്ളൂ. 1 ലക്ഷം രൂപ നമുക്ക് സബ്സിഡിയാണ്. ഞങ്ങളുടെ ചിട്ടി ഇപ്പോൾ തീർന്നു. പക്ഷേ നമ്മുടെ ഈ 5 ലക്ഷം രൂപ നമ്മൾ എടുത്തത് ഇപ്പോൾ തീർന്നു. അതിലേക്ക് ഞാൻ എത്താം. അപ്പം ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ ഉള്ളപ്പം അതുമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ കേരളം സ്വർഗം തന്നെയാണ്. പിന്നെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ വന്ന് കഷ്ടപ്പെടാൻ തയ്യാറാവണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഈ പൈസ കയ്യിലുണ്ടായിരുന്നു, അവിടെ ഫിക്സ്ഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് ബിസിനസ് എന്ന് ചോദിച്ചൊരു ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിളകൾ നമ്മൾ അച്ചാറാക്കി അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ കർഷകരുടെ അടുക്കൽ നിന്ന് എടുത്ത്, നമ്മുടെ വീട്ടിലെയും കർഷകരുടെ അടുക്കൽ നിന്ന് എടുത്ത് നമ്മൾ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ തേനീച്ച വളർത്തലുണ്ട്. അപ്പോൾ കർഷകരുമായിട്ട് നല്ലൊരു ബന്ധം എൻ്റെ നാട്ടിലുള്ളപ്പം അവർ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് തരും. അവരെ ചൂഷണം ചെയ്യാതെ അവരോടൊപ്പം നിൽക്കുമ്പം അവർ നമുക്ക് തരും. അങ്ങനൊരു ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഞാൻ പറഞ്ഞു, ഫേസ്ബുക്കിലൂടെ ഞാനിടുന്ന ഓരോ പോസ്റ്റുകളും ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ നമ്മളോട് മേടിക്കാം. അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് കുറച്ച് കസ്റ്റമറുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ എൻ്റെ കയ്യിൽ തികയാത്ത സാധനം ഞാൻ ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്നും അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും കളക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വന്നു. പിന്നെ ഈ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം സംസാരിക്കാനുള്ളൊരു കഴിവ് ഉണ്ടെന്ന് സ്വയം തോന്നിയപ്പം ഒരു ഇൻ്റർവ്യൂ ഓഫീസിൽ വന്നു, ഈ നമ്മുടെ കൃഷിഭവൻ്റെ. അതിനൊക്കെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോയപ്പോൾ കർഷക മിത്രയായിട്ട് ഒരു സേവനം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടി. ആ ഒരു അവസരത്തിലൂടെ പിന്നെ കുടുംബശ്രീയുടെ സഹായത്തോടെ ഒരു ട്രെയിനി ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമുക്ക് സാലറി കിട്ടും. അങ്ങനെ അതും ഈ കാർഷിക വൃത്തിയിലൂടെ കിട്ടുന്ന വരുമാനവും എല്ലാം കൊണ്ട് ഞങ്ങൾ വീടിനുള്ളിലുള്ള ആ സംരംഭം ഒരു ചെറിയൊരു ഷോപ്പിലേക്ക് പുറത്തേക്കാക്കി അതൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ നമ്മളിവിടെ വീട്ടിലൊരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റായിട്ട് യന്ത്രങ്ങളുടെ അതായത് ഇപ്പോൾ ചമ്മന്തിപ്പൊടി ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ നമുക്കൊരു ഡ്രയർ, ഒരു റോസ്റ്റർ ഉരുളി, ഹെവി മിക്സി, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജോലി ഒന്ന് എളുപ്പമാകാൻ പറ്റും. അതായത് ഇപ്പോൾ 2 കിലോ സാധനം ഉണ്ടാക്കുന്നിടത്ത് നമുക്കൊരു 50 കിലോ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സംവിധാനത്തിലേക്ക് പോയി. ഇതിന് പുറകിൽ ഒരുപാട് കഥകളുണ്ട്. പിന്നെ എൻ്റെ ആദ്യമത്തെ ഉൽപ്പന്നം വാങ്ങിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അത് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ആ ഒരു പൈസയും കൂടാണ് എൻ്റെ ഒരു മൂലധനം. ഈ കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു 2600 രൂപ അച്ചാറൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമേ ഫേസ്ബുക്കിൽ ഇട്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ബിബിൻ സക്കറിയ സിംഗപ്പൂരിലേക്കാണ് ആദ്യമേ ഓർഡർ കൊണ്ടുപോകുന്നത്. അവർ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്തു ഇത് നല്ലതാണ്. ആ പോസ്റ്റ് കണ്ടപ്പോൾ പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ ഈ ഒരു കൂട്ടുകാരൊക്കെ അറിയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതും ഇതിലൂടെ ഞാൻ പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഷോപ്പായി. ഒരു ഷോപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് 4-ാം മാസമാണ് ഇക്കാക്ക് അറ്റാക്ക് ഉണ്ടാകുന്നത്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ബൈപ്പാസ് സർജറി കഴിഞ്ഞു. അപ്പം എല്ലാവരും വിചാരിച്ചു എല്ലാം നഷ്ടപ്പെട്ടു. കാരണം ഉള്ളത് മൊത്തം ഇതിലൊക്കെ സേവ് ചെയ്തു, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ കൂടെ നിന്നവരെല്ലാം വിചാരിച്ചു. പക്ഷേ ഞാൻ റബ്ബിനെ മുറുക്കെ പിടിച്ചു. കാരണം നമ്മൾ മണ്ണിൽ പണിയെടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാനും നമുക്കൊരു എനർജി, ഒരു ശക്തി നമുക്ക് കിട്ടും.
ഞാൻ എല്ലാം ദൈവത്തിൽ അർപ്പിച്ചിട്ട് ആ ഇക്കയും കൊണ്ട് പോയ ഒരു ആംബുലൻസ് യാത്ര അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സർജറിയൊക്കെ കഴിഞ്ഞു. ഇക്കാനെ അവിടെ തന്നെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചു. കാരണം ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന്, അപ്പം ഞാൻ MG യൂണിവേഴ്സിറ്റി പഠിക്കുന്നതൊക്കെ ടൈമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ട് അച്ചാറാക്കി നമ്മൾ കടയിൽ കൊണ്ടുപോകും. മോള് +1 പഠിക്കുന്ന. മോളും ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളെ സഹായിച്ചു. അവർ നമ്മുടെ കടയൊക്കെ നോക്കി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീണ്ടെടുത്തു. പിന്നെ എല്ലാ അസുഖമൊക്കെ മാറി തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഞാൻ INM പാസ്സായി. കൃഷിയിൽ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അതായത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു വളം ഡിപ്പോ, ഫെർട്ടിലൈസറും കെമിക്കൽസും ഉള്ളൊരു വളം ഡിപ്പോ. കാരണം അതിലൂടെ നമുക്ക് കർഷകരോടൊപ്പം ഒന്നും കൂടെ ഒരു ബന്ധം ഉണ്ടാകും. ഈ കൃഷിയിലൂടെ ഞാൻ പഠിച്ച എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് പകരാനും എൻ്റെ കർഷകരിൽ നിന്ന് അറിവുകൾ എനിക്ക് നേടാനും എൻ്റെ ഉപ്പയുടെ ആ ഒരു ഇഷ്ടം ഈ ഒരു യാത്രയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെൻ്റെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു പോയി ഈ ഒരു ജീവിതം. അങ്ങനെ ഞാൻ വളം ഡിപ്പോ സ്റ്റാർട്ട് ചെയ്തു. അത് മുന്നോട്ട് പോയി. 1 വർഷം കഴിഞ്ഞപ്പം ഞാനിപ്പോൾ ദേശീയ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതും കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെ ആ ദേശീയ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ആശയം വന്നു. ഒരു ഓർഗാനിക് ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങളും കർഷകരുടെ ഉൽപ്പന്നങ്ങളും പിന്നെ മറ്റുള്ളവർക്ക് ഒരു സഹായമാകും. അങ്ങനെ നമ്മൾ 3ാമത്തെ സ്ഥാപനത്തിലേക്ക് മാഷാഅല്ലാഹ് എത്തി. ഇത് മൂന്നും ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. നമ്മുടെ ഈ ഗ്രാമത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ പാലമേൽ എൻ്റെ പാലമേൽ ഗ്രാമത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങളുടെ കർഷകരുടെ സഹായം ഇല്ലാതെ പോകാൻ പറ്റുമോ? നമ്മളുടെ നാട്ടിൽ കർഷകരോടൊപ്പം നിൽക്കണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഈ 3 സ്ഥാപനവും. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ബന്ധം. ആഴ്ചയിൽ 50 കിലോ തേങ്ങയുടെ ചമ്മന്തി പോകും. 50 കിലോ. ഇന്നിപ്പോൾ 50 കിലോയുടെ തേങ്ങയാണ് ഡ്രയറിൽ കിടക്കുന്നത്. നിങ്ങളിങ്ങനെ വരുമെന്നൊന്നും വിചാരിച്ചില്ല. ജോലി ചെയ്തുകൊണ്ടിരുന്ന തിരക്കിലാണ്. അപ്പം 50 കിലോ തേങ്ങ 50 കിലോ തേങ്ങ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉരുക്ക് വെളിച്ചെണ്ണ 50 കിലോ അത് സെറ്റായി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ മാഷാഅല്ലാഹ് ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ യാത്ര. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ, ഹോസ്പിറ്റൽ കേസുകൾ വന്നു, തകർന്നു പോകുന്ന ഒരു അവസ്ഥയിൽ എന്തായാലും എത്തും. സാധാരണ ഒരു വീട്ടമ്മയെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ വന്നാലും കുടുംബനാഥന് ഒരു പ്രശ്നം വരുമ്പോൾ തകർന്ന ഒരു അവസ്ഥ എങ്ങനെ പിടിച്ചു നിന്നു? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തളർന്നു കഴിഞ്ഞാൽ എൻ്റെ ഇക്ക തളരും, എൻ്റെ മക്കൾ തളരും. ഇത്രയും വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും ഗൾഫിൽ പോയപ്പോൾ എൻ്റെ ഇക്കയെ നാട്ടിൽ നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരെയും കൊണ്ടുവന്ന് എത്തിച്ചപ്പോൾ ഇങ്ങനെ ഒരു പരീക്ഷണം വന്നപ്പോൾ ഞാൻ തളർന്നാൽ എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ഇക്ക അതെനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. അവിടെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നീ ധൈര്യം കൈവിട്ടാൽ എല്ലാം തകർന്നു പോകും. എൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ സംസാരിക്കുന്ന കുറച്ച് ഒരു സമയമുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞു. പക്ഷേ ഇവരുടെ മുന്നിലൊന്നും ഞാൻ കരഞ്ഞില്ല. ഞാൻ റബ്ബിൻ്റെ മുന്നിൽ മാത്രം ഞാൻ കരഞ്ഞു. എല്ലാം ഞാൻ ഇങ്ങനെ ധൈര്യമായിട്ട് ഇങ്ങനെ എല്ലാം പിടിച്ച് നിന്ന്, എല്ലാം റബ്ബിൻ്റെ അനുഗ്രഹം, എനിക്ക് അതേ പറയാനുള്ളൂ. പിന്നെ ഒരുപാട് പേര് ഞങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. ആ പൈസയും കൊണ്ടൊക്കെ എനിക്ക് അതിനെല്ലാം അതിജീവിക്കാൻ പറ്റി. കാരണം സോഷ്യൽ മീഡിയ വഴി സാധനങ്ങൾ വാങ്ങി ഞാൻ ആരുടെയും 1 രൂപ പോലും അന്നും ഇന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരുപാട് പേര് സഹായമായിട്ട് നമ്മളുടെ അടുക്കൽ പൈസയായിട്ടോ സ്വർണ്ണമോ എന്തെങ്കിലും. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട. കാരണം എന്തോ ഒരു ഭയങ്കര ഒരു മനോബലമായിരുന്നു. ആ ഒരു സമയത്ത് അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഒരു KSF ചിട്ടിക്കുറി വീണു. ഒരു 2ാമത്തെ കുറി 10 ലക്ഷം രൂപയുടെ കുറി, 9.5 ലക്ഷം രൂപയുടെ കുറി, 2ാമത്തെ കുറി ഞാൻ എൻ്റെ ഇക്കയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആ ഒരു ടൈമിൽ വീഴുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ. ആ ഒരു
പൈസ ആ സമയത്ത് കിട്ടിയതും കൊണ്ട് കാര്യങ്ങൾ നടന്നുപോയി, പിടിച്ചു നിന്നു. ആരുടെ മുന്നിൽ കൈ നീട്ടാതെ കാത്തു. ഇപ്പോൾ 3 സ്ഥാപനങ്ങൾ, എത്ര സ്റ്റാഫുണ്ട്? 7 സ്റ്റാഫ്. ഇപ്പോൾ എന്തൊക്കെയാ പ്രോസസ്സിങ് നടക്കുന്നത്? വീട്ടിൽ ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ തേനീച്ചകൾ, ചെറുതേനീച്ചകൾ, അത് എല്ലാം കുറേശ്ശെ തുടങ്ങിയത്. ഒരു 3 പെട്ടിന്ന് തുടങ്ങിയതാണ്. ഇപ്പം ചെറുതേൻ പെട്ടി 40 എണ്ണം ഉണ്ട്. ഈ 40 എണ്ണം തന്നെ നമുക്ക് വർഷത്തിൽ പിരിച്ചു കൊടുത്താൽ ഒരു പെട്ടിക്ക് നമുക്ക് 2500 രൂപ കിട്ടും. ഞാൻ 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു കർഷകന്റെ ഒരു വരുമാനമാണ് ഞാൻ പറയുന്നത്. ഇതൊരു മെസ്സേജ് ആയിട്ട് വേണമെങ്കിൽ പാസ് ചെയ്യാം. പൊതുവെ പറയുന്നൊരു പറച്ചിലുണ്ട്, കൃഷി ചെയ്യുന്നത് നഷ്ടമാണ്. ഒരിക്കലും അല്ല. കൃഷി നഷ്ടമാണ്, കൃഷി ചെയ്യുന്നവരെല്ലാം ആത്മഹത്യ ചെയ്യാണ്, കടത്തിൻ്റെ പുറത്ത് കടം കയറുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് പറയുമ്പോൾ, ഇത്തരത്തിൽ കൃഷിയിലൂടെ കാർഷിക വൃത്തിയിലൂടെ ജീവിതം തട്ടായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു അമ്മയുടെ, ഒരു വീട്ടമ്മയുടെ കഥയാണ് ഈ പറയുന്നത്. ഇതൊന്നും ക്രിയേറ്റ് ചെയ്ത് പറയുന്നല്ലോ, സത്യസന്ധമായ കാര്യങ്ങളല്ലേ പറയണേ. അപ്പോൾ കൃഷി ഒരു നഷ്ടക്കച്ചവടമല്ല, ഒരിക്കലും അല്ല. അത് ഞാനത് ഈ പന്നിയുടെ ആക്രമണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാലാവസ്ഥ, പ്രകൃതിക്ഷോഭം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നഷ്ടമാണെന്ന് പറയാം. പക്ഷേ അല്ലാതെ നമ്മൾ കൃഷി ചെയ്താൽ ഒരിക്കലും നഷ്ടം വരത്തില്ല. കഷ്ടപ്പെടാനും ജോലി ചെയ്യാനും താല്പര്യം ഉണ്ടെങ്കിൽ തീരുമാനിച്ചിറങ്ങിയാൽ നമ്മുടെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് വേണം. ഇപ്പം കോവയ്ക്ക നമ്മൾ കൃഷി ചെയ്യുന്നു, കോവയ്ക്ക വിലയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ പശുക്കൾക്ക് കൊടുക്കുന്ന കർഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ കോവയ്ക്ക എടുത്തിട്ട് നമ്മൾ ഇപ്പം കോവയ്ക്കയ്ക്ക് വിലയായി, അത് നമുക്കൊരു ഡ്രയർ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൃഷിഭവൻ്റെ തന്നെ ഈ KVK പോലുള്ള സ്ഥാപനങ്ങളിൽ ഡ്രയർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി നിസ്സാര പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ഉണക്കി കിട്ടും. അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. അങ്ങനെ അത് ഉണക്കി വെച്ചിട്ട് ഒരു പാക്കറ്റാക്കി FSSAI രജിസ്ട്രേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി അതൊന്ന് നമ്മളൊരു ജീവിക്കണമെങ്കിൽ ഒരു റോഡ് സൈഡിൽ ആൾക്കാർ കൂടുന്നിടത്ത് നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്നൊന്ന് വെച്ചിട്ട് ഒരാൾ തിരക്കുള്ളൊരു സമയത്ത് വിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം വിൽക്കാൻ പറ്റുമോ എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഒന്ന് പണിയെടുക്കാൻ വയ്യ, നമ്മുടെ നാട്ടിൽ ജോലിയില്ല എന്ന് പറയുന്നു. 2 നാണക്കേടാണ്. കൃഷി ചെയ്യുക എന്ന് പറയുന്നത് എന്തോ ഒരു നാണം കെട്ട പരിപാടിയായിട്ട് കാണുന്ന ഒരു ആളുകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 100 കോഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 100 കോഴി ഉള്ള സമയത്ത് നമ്മൾ പിന്നെ എല്ലാത്തിനും ഒഴിവാക്കി വയ്യാതെ വന്ന സമയത്ത് ഈ 100 കോഴിയുള്ള സമയത്ത് ഈ വീട്ടിൽ ഒരു 70-80 മുട്ടയ്ക്കകത്ത് കിട്ടും. പക്ഷേ ആ മുട്ട വിൽക്കാൻ ഞാൻ പെട്ട പാട്, കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാരും നമ്മളോട് ഒന്ന് മുട്ട വാങ്ങത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ തളരാൻ പാടുണ്ടോ? മുട്ട വേണമെന്നെടുത്ത് നമ്മൾ ഇറങ്ങി ഒരു 10 കട 15 കടയിൽ ചോദിച്ചപ്പം 3 കടക്കാർ 20 എണ്ണം വീതം എടുക്കാമെന്ന് പറഞ്ഞു. രാവിലെ മക്കളെ സ്കൂളിൽ വിടുന്ന ടൈമിൽ ഈ മുട്ടയും എടുത്തുകൊണ്ട് പോകും. ഈ മക്കളെ സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ ഇവരുടെ പുറകിൽ വെക്കും മുട്ട. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സഹോദര ഇന്ന് കാണുന്ന ഈ ലെവലിൽ എത്തിയത്. എൻ്റെ മക്കളുടെ വണ്ടിയുടെ പുറകിൽ മുട്ട വെച്ച് കടകളിലും കൊണ്ടു കൊടുത്തിട്ടാണ് എൻ്റെ മക്കളെ സ്കൂളിൽ വിടുന്നത്. വൈകുന്നേരം മക്കളെ വിളിക്കാൻ പോകുമ്പോൾ മക്കളെ വിളിച്ചിട്ട് ആ കടകളിൽ വന്ന് പൈസയും കളക്ട് ചെയ്തിട്ട് കോഴിത്തീറ്റയും വാങ്ങിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത്. അങ്ങനെ പോലും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് വിൽക്കാൻ നമ്മൾ ഇറങ്ങി തിരിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഒരു സാധനമുണ്ട്, ഞാൻ ഇതിനെ പരസ്യം ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇന്ന സാധനം ഉണ്ടെന്ന് ഇപ്പം നമ്മളെക്കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ കുറേ സൗഹൃദങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടല്ലേ നിങ്ങൾ അറിഞ്ഞത്, ഇവിടെ വന്നത്. ഞാനിതൊന്നും പറയാതെ ഇവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ വരുമോ എന്ന് പറഞ്ഞ പോലെ, ഒരു കൃഷി ചെയ്താൽ ആ കൃഷിയിൽ കിട്ടുന്ന വിളവിനെ വിൽക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇനി അത് വിൽക്കാൻ പറ്റിയില്ലെന്നെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൂല്യവർദ്ധിതമാക്കുക. എന്തിനെ നമുക്ക് മൂല്യവർദ്ധിതമാക്കും? നിങ്ങൾ നോക്കിക്കേ, ഈ ചാമ്പയ്ക്ക മരത്തിലുള്ള ചാമ്പയ്ക്ക ഒരു കമ്പ് ഒടിഞ്ഞു വീണു, ഓരോ വർഷവും ഞങ്ങൾക്ക് കിട്ടും 25,000 രൂപയുടെ മുതൽ ആ ചാമ്പ മരം. നിങ്ങൾ വിശ്വസിക്കുമോ? എൻ്റെ ഷോപ്പിലോട്ട് പോയി നോക്കിയാൽ മതി, നിങ്ങൾ വിശ്വസിക്കുമോ? കാരണം ഈ ചാമ്പയ്ക്കയിൽ നിന്ന് കിട്ടുന്ന ചാമ്പയ്ക്ക ഞാനും എൻ്റെ ഇക്കയും നമ്മുടെ ഇവിടെ സഹായിക്കുന്നവരും കൂടി മൊത്തം പറിച്ച് ഞങ്ങൾ കഴുകി അത് അരിഞ്ഞ് ഞങ്ങൾ ഡ്രയറിൽ ഇഷ്ടംപോലെ വിളവ് കിട്ടും. ഇവിടെ ചാമ്പയ്ക്ക മരങ്ങൾ 3 എണ്ണം ഉണ്ട്. ഞങ്ങളിത് ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കി വെച്ചിട്ട് ഞങ്ങളത് പല രീതിയിൽ അച്ചാറാക്കും. ഒരു ഭക്ഷ്യവിളകൾ, ഈ നമ്മുടെ പാഴായി പോകുന്ന ഈ ഭക്ഷ്യവിളകളെയെല്ലാം നമ്മൾ മൂല്യവർദ്ധിതമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളം ഒരു സ്വർഗമായിട്ട് മാറും. പക്ഷെ നമ്മൾക്കൊന്നും ജോലി ചെയ്യാൻ വയ്യ. സത്യമാണ് ഞാൻ പറയുന്നത്. കൃഷി എന്ന് പറയുന്ന ഈ സംസ്കാരം മുറുകെ പിടിച്ചാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഉന്നതിയിലെത്താൻ പറ്റും. അതെൻ്റെ അനുഭവമാണ്. കൃഷിയിലൂടെ
ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, ഒരു കുടുംബത്തെ മുഴുവൻ നയിക്കുക കൂടിയാണ് ഈ വീട്ടമ്മ ചെയ്യുന്നത്. എല്ലാവിധ ആശംസകളും.